ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാരമൽ സേമിയ പായസമാണ്. എപ്പോഴും ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയോ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് സേമിയാണ്. ഈ സേമിയ വറുത്തത് തന്നെയാണ്, പക്ഷേ അതൊന്നുകൂടെ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി. ഇത് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. നല്ല അടികട്ടിയുള്ള ഫ്രൈ പാനോ അല്ലെങ്കിൽ ഉരുളിയോ എന്തെങ്കിലും എടുത്തിട്ട് അത് ചൂടാക്കണം. അതിനുശേഷം അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. പാത്രം ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കണം. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ആക്കി വെച്ചത്. ആ പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനി അത് കുറഞ്ഞ തീയിൽ പഞ്ചസാര മെൽറ്റായിക്കൊള്ളും. തീ കൂട്ടി വെക്കാനേ പാടില്ല. ഈ കാരമൽ കരിഞ്ഞു പോയാൽ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം ചേഞ്ച് ആകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര മൊത്തമായിട്ട് മെൽറ്റായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. ഇത് നല്ലോണം കാരമലൈസ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കിതിന് ആവശ്യമായ പാൽ എടുത്തു വെക്കണം. ഞാനിതിന് 1.5 ലിറ്റർ പാലാണ് യൂസ് ചെയ്തത്. അതിന് 1 ലിറ്റർ പാലും കുറച്ച് വെള്ളവും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1.5 ലിറ്റർ തന്നെ പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഒന്ന് ഇളക്കുമ്പം തന്നെ പാലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടായിരിക്കണം. ഈ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കാരമലൈസ് ആയതെല്ലാം തിക്കായി പോയിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, പാല് ചൂടാകുമ്പോൾ ഇതെല്ലാം മെൽറ്റായിക്കൊള്ളും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്യുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഭാഗത്തുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലൊന്ന് തിളച്ചപ്പോഴാണ് അതിലേക്ക് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി സേമിയ വേവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ഏലക്കായ മുഴുവനോടെ ഇട്ടു. നിങ്ങൾക്ക് ഏലക്കായുടെ സ്മെല്ല് നല്ല ഇഷ്ടമാണെങ്കിൽ അത് പൊടിച്ചിട്ട് 2-3 ഏലക്കായ ചേർക്കാം. ഞാനിവിടെ 1 മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ സേമിയ വെന്ത് കുറുകി വരുന്നുണ്ട്. അപ്പം ഞാൻ മധുരം നോക്കിയപ്പം കുറച്ച് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു. നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പായസം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തിടാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
കാരമൽ സേമിയ പായസം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ പായസം നല്ല ചൂടോടെ കഴിക്കാതെ ചൂട് കുറഞ്ഞ് ചെറിയൊരു ചൂടിൽ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.